പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ച സംഭവം ലോകമൊട്ടാകെയുള്ള ക്രൈസ്തവരെ ഏറെ വേദനിപ്പിച്ച വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. ഇതിൽ പ്രതിഷേധമറിയിച്ച് വത്തിക്കാനും ലോകത്തിലെ പ്രശസ്തരായ മറ്റു വ്യക്തികളും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവത്തിനെതിരെ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റിയ കായിക താരങ്ങൾ പ്രതികരിച്ചത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ. ഓരോ വിഭാഗത്തിലും മെഡലുകൾ നേടുമ്പോൾ അവർ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിൽ തന്റെ വിജയം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത് 400 മീറ്റർ ഹഡിൽസ് ഇനത്തിൽ സ്വർണം നേടിയ സിഡ്നി മക്ലോഫ്ലിൻ ലെവ്റോനാണ്. ആഗസ്റ്റ് 8 നടന്ന മത്സരത്തിലാണ് US ട്രാക്ക് താരമായ സിഡ്നി ലോക റെക്കോർഡ് തകർത്ത് സ്വർണം നേടിയത്. ഞാൻ ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ ദൈവത്തിന് എന്തും ചെയ്യാൻ സാധിക്കും. അതെ, ക്രിസ്തുവിൽ എന്തും സാധ്യമാണ്. എൻ്റെ മുഴുവൻ മനസ്സും ശരീരവും കൊണ്ട് ട്രാക്കിലോടുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു, സിഡ്നി പങ്കുവെച്ചു. ന്യൂജേഴ്സിയിലെ സ്കോച്ച് പ്ലെയിൻസിലെ യൂണിയൻ കാത്തലിക് ഹൈസ്കൂളിൽ പഠിച്ച സിഡ്നി മക്ലോഫ് ലിൻ ലെവ്റോൺ തന്റെ വിജയവുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞത് ഇങ്ങനെയാണ്. അവളുടെ വിജയത്തിന്റെ അവസാനത്തിൽ അവൾ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുകയും ചെയ്തപ്പോൾ അവൾ മറ്റുള്ളവരുടെ മുൻപിൽ ശക്തനായ ദൈവത്തിന്റെ ഉപകരണമാവുകയായിരുന്നു. ട്രാക്കിലും പുറത്തും അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയാണ്. യൂണിയൻ കാത്തലിക്കിലെ സിഡ്നിയുടെ മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ പെർസിലി ഹാർട്ട് പറയുന്നു, എൻ്റെ മുഴുവൻ മനസ്സ് ശരീരവും കൊണ്ട് ട്രാക്കിലോടുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ദൈവം എനിക്ക് ഉപയോഗിക്കാൻ നൽകിയ സമ്മാനമാണ് എനിക്ക് നൽകപ്പെട്ട കഴിവുകൾ. അതെൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും, സിഡ്നി പറഞ്ഞു.